എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 85, 86 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 85ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 86ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണനും ബലഭദ്രരും കൂടിയിട്ട് മഗധ രാജ്യത്തേക്ക് അവിടുത്തെ ജനങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ ഭടന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അതിന് പോയപ്പോൾ ഇന്ദ്രൻ അവർക്ക് 2 പേർക്കും വെവ്വേറെ 2 ഉത്തമങ്ങളായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള രഥങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ്. എന്നിട്ട് ആ ഒരു യുദ്ധം കാണാൻ ആരൊക്കെയാണ് അവിടെ തയ്യാറായി വന്നത് എന്നുള്ളതൊക്കെയാണ് ഈ 2 ശ്ലോകങ്ങളിലും പറയുന്നത്. നമുക്ക് ആദ്യം 85ാമത്തെ ശ്ലോകം ചൊല്ലാം. തദീക്ഷിതും യുദ്ധമഭൂതപൂർവം ഉപസ്ഥിതാനാം മരുതാം വിമാനൈഃ തിരോഹിതേ ഭാസ്വതി ശാർഗപാണേ അഭൂതഭിഖ്യാ പരമാതപത്രം. പദച്ഛേദം പറയാം. തത് ഈക്ഷിതും യുദ്ധം അഭൂതപൂർവം ഉപസ്ഥിതാനാം മരുതാം വിമാനൈഃ തിരോഹിതേ ഭാസ്വതി ശാർഗപാണേഃ അഭൂത് അഭിഖ്യാ പരം ആതപത്രം. ഇതൊക്കെയാണ് പദങ്ങൾ. എല്ലാവരും കൂടി തടിച്ചു കൂടിയിട്ട് ഈ കാണാൻ പറ്റാത്തൊരു യുദ്ധം കാണുകയാണ്. അതാണ് ഇവിടെ പറയണത്. അഭൂതപൂർവം തത് യുദ്ധം വീക്ഷിതും. അഭൂതപൂർവം, അതായത് ന ഭൂതപൂർവം അഭൂതപൂർവം, മുമ്പ് കാണാത്തതായ, ഇതുവരെ ഇങ്ങനെ ഒരു യുദ്ധം ഭൂമിയിൽ ഉണ്ടായിട്ട് തന്നെയില്ല. ശ്രീകൃഷ്ണൻ ആദ്യമായിട്ടാണ് തേര് തെളിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. മറ്റ് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ കുട്ടികളായിരുന്നല്ലോ, പഠിക്കാനൊക്കെ പോയിട്ടുള്ളൂ. ഇങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്കായിട്ടുള്ള പുറപ്പാട് ആദ്യമായിട്ടാണ്. അപ്പോൾ അഭൂതപൂർവമാണ് ഈ യുദ്ധം. മഗധയിലെ ഭടന്മാരും ശ്രീകൃഷ്ണൻ്റെ ആൾക്കാരും തമ്മിലുള്ളതായ യുദ്ധം. അതിൽ ശ്രീകൃഷ്ണനും ബലരാമനും നേതൃത്വം കൊടുക്കണു എന്നുള്ള അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്, അതാണ് അഭൂതപൂർവം തത് യുദ്ധം വീക്ഷിതും, കാണുന്നതിന് വേണ്ടിയിട്ട് ഉപസ്ഥിതാനാം മരുതാം വിമാനൈഃ, അവിടെ വന്നു ചേർന്നവരായ മരുതാം വിമാനൈഃ. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ അല്ലെങ്കിൽ വായു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയണത്. മരുതൗ പാവനാമരൗ എന്ന് നാനാർത്ഥവർഗത്തിൽ പറയുന്നുണ്ട് അമരകോശത്തിൽ. അപ്പോൾ മരുത്ത് എന്നുള്ള ശബ്ദത്തിന് കാറ്റ് എന്ന് അർത്ഥമുണ്ട്, പവനൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ദേവന്മാരെ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടായിരിക്കാം മരുത്വാൻ എന്നുള്ളത് ഇന്ദ്രന് ആ പേര് വന്നത്. ഈ മരുത്തുക്കളോട് കൂടിയവൻ, ദേവന്മാരോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ. മാത്രമല്ല ഈ കാറ്റ് അല്ലെങ്കിൽ വായുദേവൻ, അവർ 149 പേരുണ്ട്. അവരെല്ലാവരും തന്നെ എപ്പോഴും ഇന്ദ്രൻ്റെ കൂടെയാണ് നടക്കുന്നതും. അപ്പോൾ അതുകൊണ്ടും വേണമെങ്കിൽ ഇന്ദ്രനെ മരുത്തുവാൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദേവന്മാർ കൂടി നിൽക്കുന്നവരായിട്ടുള്ള ദേവന്മാർ, അതാണ് മരുതാം, മരുത്തുക്കളുടെ, ദേവന്മാരുടെ എല്ലാവരുടെയും തന്നെ വിമാനൈഃ, വിമാനങ്ങളാൽ, അവരെല്ലാവരും പറന്ന് വിമാനങ്ങളിലേറിയിട്ട് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അതുപോലെ തന്നെ മറുപക്ഷത്തുള്ള മഗധ രാജാക്കന്മാരുടെയും യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് വന്നു. വിമാനത്തിലൊക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ആ വിമാനങ്ങളാൽ മരുതാം വിമാനൈഃ ഭാസ്വതി തിരോഹിതേ സതി. ഭാസ്വാൻ സൂര്യൻ, ഭാസ്വതി തിരോഹിതേ സതി, സതിസപ്തമിയാണ്. ഭാസ്വാൻ മറഞ്ഞുപോയപ്പോൾ, സൂര്യദേവൻ അങ്ങോട്ട് മറഞ്ഞുപോയി. സൂര്യൻ മറയാൻ കാരണം എന്താ? സന്ധ്യ ആയതുകൊണ്ടല്ല, സൂര്യനെ വെല്ലുന്ന തരത്തിൽ അല്ലെങ്കിൽ സൂര്യനെ മറയ്ക്കുന്ന രീതിയിലാണ് ദേവന്മാരുടെ രഥം ആകാശത്ത് വന്ന് നിരന്നത്. എന്തിനായിരുന്നു ഇവരുടെ രഥം വന്ന് നിരന്നത്? ആ രഥത്തിൽ എല്ലാ ദേവന്മാരും വന്നിരുന്നു. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും യുദ്ധം കാണാൻ വേണ്ടിയിട്ട്, അവരുടെ പാടവങ്ങൾ, അസ്ത്രപാടവമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരും വന്ന് ആകാശത്ത് നിരന്നു നിന്നു. അങ്ങനെ അവർ നിരന്നു നിന്നതോട് കൂടിയിട്ട് സൂര്യദേവൻ മറഞ്ഞുപോയി. ഭാസ്വതി തിരോഹിതേ. അങ്ങനെ വന്നപ്പോൾ ശാർഗപാണേഃ ആതപത്രം പരമഭിഖ്യാ അഭൂത്. ശാർഗപാണിയുടെ ആതപത്രം, ശാർഗപാണി ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ്റെ ആതപത്രം എന്നുള്ളത് കൊണ്ട് ഈ രഥത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതായ കുട, വെൺകൊറ്റക്കുട എന്ന് പറയും. ആ ഒരു വെൺകൊറ്റക്കുട ഉണ്ടല്ലോ, അത് പരമഭിഖ്യാ അഭൂത്, കേവലം ഒരു പേരിനു മാത്രമായി
പരം അത്യന്തം അഭിഖ്യ നാമമാത്രം, ഒരു പേരിന് കുട വച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ആതപത്രം അല്ലെങ്കിൽ ഈ ഛത്രം എന്നൊക്കെ പറയുന്ന കുട എന്തിനാണ് വയ്ക്കണത്, അല്ലെങ്കിൽ അതെന്തിനാണ് പിടിക്കണത്, ചൂടണതെന്നാണെങ്കിൽ മഴയുടെ കാര്യമല്ല അവിടെ പറയണത്. ആതപാതത്രായതേ ഇതി ആതപത്രം എന്നാണ്. വെയിൽ കൊള്ളാതെ സംരക്ഷിക്കുന്നതാണ് കുട. അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ കുട ചൂടാം. ഇവിടെ വെയിൽ കൊള്ളുന്നില്ല, അല്ലെങ്കിലും കൊള്ളുന്നില്ല. എന്തുകൊണ്ട്? സൂര്യനെ മറച്ചുകൊണ്ടാണ് ഇവിടെ ദേവന്മാരുടെ രഥങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ നിരന്ന് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് സൂര്യൻ. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വെയിലായിട്ട്, തീക്ഷ്ണമായിട്ടുള്ള വെയിലായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ തലയ്ക്ക് മുകളിൽ ആ രഥത്തിൽ പിടിപ്പിച്ചിരിക്കുന്നതായ ആതപത്രം വെറുതെ പേരിനായി തീർന്നു. പ്രത്യേകിച്ച് വെയിലൊന്നുമില്ലാതെ, വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ അതൊന്നുമില്ലാതെ തന്നെയായിരുന്നു ഭഗവാൻ ഈ ജരാസന്ധൻ്റെ ഭടന്മാരുമായിട്ട് യുദ്ധം നടത്തിയത്. അപ്പോൾ ആ രഥത്തിൽ വച്ചിരുന്നതായ കുട വെറുതെ കുട വച്ചിട്ടുണ്ടെന്ന് തന്നെയുള്ളൂ. അതിൻ്റെ ഒരാവശ്യവും നടന്നില്ല. വെയിലിനെ തടുക്കാനാണല്ലോ കുട വേണ്ടിയിരുന്നത്. പക്ഷേ വെയിലുണ്ടെങ്കിലല്ലേ അതിനെ തടുക്കണ്ടു. അപ്പോൾ പേരിന് ഒരു വെൺകൊറ്റക്കുട വച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമായി തീർന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ വെയിലിനെ പോലും മറയ്ക്കുന്നതായ അത്രയ്ക്ക് അധികം വിമാനങ്ങൾ ആകാശമാർഗത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 86-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഹർമ്മ്യശ്രിതാമാഹവദർശനായ നിമേഷശൂന്യൈർനയനൈർവധൂനാം സുരാംഗനാനാം ച വിമാനഭാജാം നഭേദകം ലക്ഷ്മ ബഭൂവ കിഞ്ചിത്. ആദ്യം പദച്ഛേദം പറയാം. ഹർമ്മ്യശ്രിതാം ആഹവദർശനായ നിമേഷശൂന്യൈ നയനൈ വധൂനാം സുരാംഗനാനാം ച വിമാനഭാജാം ന ഭേദകം ലക്ഷ്മ ബഭൂവ കിഞ്ചിത്. യുദ്ധം കാണാൻ വേണ്ടി ആരൊക്കെ വന്നിട്ടുണ്ട് അതാണ് പറയണത്. ആഹവ ദർശനായ, ആഹവം യുദ്ധം, യുദ്ധം കാണുന്നതിന് വേണ്ടിയിട്ട്. ഹർമ്മ്യശ്രിതാനാം വധൂനാം നിമേഷശൂന്യൈ നയനൈ. ഹർമ്മ്യശ്രിതാനാം വധൂനാം, ഹർമ്മ്യങ്ങളെന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ, മണിമേടകൾ. ഈ യുദ്ധം നടക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളതായ വലിയ വലിയ കൊട്ടാരക്കെട്ടുകൾ, അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ മട്ടുപ്പാവിലൊക്കെ വന്ന് നിൽക്കുന്നവരായിട്ടുള്ള സ്ത്രീകൾ, അതാണ് ഹർമ്മ്യശ്രിതാനാം വധൂനാം. ആ വധുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ എല്ലാവരും തന്നെ കണ്ണിമ പൂട്ടാതെ യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് നിമേഷശൂന്യൈഹി നയനൈഹി. നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യണത്, അതിനെയാണ് നിമേഷം എന്ന് പറയാം. നിമേഷശൂന്യം എന്ന് പറഞ്ഞാൽ അടയ്ക്കുന്നില്ല, എപ്പോഴും തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നയനങ്ങളാൽ, അപ്പോൾ അവിടുത്തെ വധുക്കളൊക്കെ നോക്കുന്നത് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാതെ സദാസമയവും തുറന്നു പിടിച്ചുകൊണ്ട് അത്ഭുത പരതന്ത്രരായിട്ട് ഇങ്ങനെയും ഒരു യുദ്ധമോ എന്നുള്ള രീതിയിൽ കണ്ണിമ പൂട്ടാതെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നയനങ്ങളോട് കൂടിയിട്ട് വധുക്കൾ നോക്കുന്നു. ഒപ്പം തന്നെ വിമാനഭാജാം സുരാംഗനാനാം ച, ഈ ദേവന്മാരൊക്കെ വിമാനത്തിൽ കയറിയിട്ട് ഈ യുദ്ധം കാണാൻ വന്നു എന്ന് പറഞ്ഞുല്ലോ. ആ വിമാനങ്ങളിൽ ദേവന്മാർ മാത്രമല്ല ദേവാംഗനമാരും ഉണ്ട്, ദേവസ്ത്രീകളും ഉണ്ട്, സുരാംഗനമാർ. അവരും തമ്മിൽ, അപ്പോൾ നേരത്തെ ഈ മണിഹർമ്മ്യങ്ങളിൽ നിന്ന് നോക്കിയിരുന്ന വധുക്കളും വിമാനത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം നോക്കിയിരുന്ന സുരസുന്ദരിമാരും തമ്മിൽ സുരാംഗനാനാം ച കിഞ്ചിത് ഭേദകം ലക്ഷ്മ ന ബഭൂവ, അവരെ വേർതിരിക്കുന്നതായ ഒരു അടയാളം ഇല്ലാതെയായി. മണിഹർമ്മ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നോക്കിയിരുന്ന ഭൂമിയിലെ സുന്ദരിമാരായിട്ടുള്ള വധുക്കൾ, വിമാനത്തിലിരുന്ന് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന സുരസുന്ദരിമാർ, അവർ തമ്മിൽ ഭേദമില്ലാതെയായത് എന്തുകൊണ്ടാണ്? അതിനൊരു വിശേഷണം പറഞ്ഞു. നിമേഷശൂന്യൈ നയനൈഹി. വധുക്കൾ, ഭൂമിയിലെ സ്ത്രീകൾ വധുക്കൾ നോക്കിയിരുന്നതും കണ്ണിമ പൂട്ടാതെയാണ്. സുരസുന്ദരിമാർക്ക് ജന്മന കണ്ണിമ പൂട്ടുന്ന പരിപാടിയുമില്ല. അപ്പോൾ ഈ ദേവസ്ത്രീകളും മണിഹർമ്മ്യങ്ങളിലിരുന്ന് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന മനുഷ്യ സ്ത്രീകളും തമ്മിൽ യാതൊരു ഭേദവും ഇല്ലാതെയായി, അവരെ തിരിച്ചറിയാൻ പറ്റാതെയായി. ഇതിലേതു കൂട്ടരാണ് സുരസുന്ദരിമാർ, ഏത് കൂട്ടരാണ് മനുഷ്യരുടെ വധുക്കൾ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടു കൂട്ടരും ഒരേപോലെ സുന്ദരികളാണ്. ഒരു കൂട്ടരെ മനസ്സിലാക്കിയിരുന്നത്, ദേവസുന്ദരിമാരെ മനസ്സിലാക്കിയിരുന്നത് അവർ കണ്ണിമ പൂട്ടാറില്ല എന്നുള്ളത് കൊണ്ടും, മനുഷ്യ സ്ത്രീകളെ അവർ സുന്ദരിമാരായിരുന്നിട്ടും അവരെ തിരിച്ചറിഞ്ഞിരുന്നത്
കണ്ണിമ പൂട്ടിയത് കൊണ്ടുമാണ്, അല്ലാതെ സൗന്ദര്യത്തിലുള്ള വ്യത്യാസം കൊണ്ടൊന്നുമല്ല എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുരാങ്കനമാരും സുരാങ്കനമാരും തമ്മിൽ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ യാതൊരു ഭേദവും ഇല്ലാതെയായി എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദീക്ഷിതും യുദ്ധമഭൂതപൂർവം ഉപസ്ഥിതാനാം മരുതാം വിമാനൈഃ തിരോഹിതേ ഭാസ്വദിശാർഗബാണേ അഭൂതഭിഖ്യാപരമാദപത്രം ഹർമ്മ്യശ്രിതാമാഹവദർശനായ നിമേഷശൂന്യൈർനയനൈർവധൂനാം സുരാംഗനാനാം ച വിമാനഭാജാം നഭേദകം ലക്ഷ്മ ബഭൂവ കിഞ്ചിത്. അവരെ വേർതിരിച്ചറിയാൻ, ദേവസുന്ദരിമാരെയും പുരാങ്കനമാരെയും വേർതിരിച്ചറിയാൻ ഒരു ലക്ഷണവുമില്ലാതെ പോയി. ഇത് മാത്രമായിരുന്നു, ഈ കണ്ണിമ പൂട്ടായ്മ എന്നുള്ളൊരു ലക്ഷണം മാത്രമായിരുന്നു ദേവസുന്ദരിമാർക്ക് മനുഷ്യ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത്. യുദ്ധം കാണുന്നതിൻ്റെ അത്ഭുതം കാരണം കണ്ണിമ പൂട്ടാൻ മറന്നുപോയവരായിട്ടുള്ള പുരാങ്കനമാർ സുരസുന്ദരിമാരെക്കാൾ സുന്ദരികളായിരുന്നു, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സുന്ദരികളായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് കവി പുറപ്പെട്ടത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.